സഹകരണ മേഖലയിലെ കൊള്ളയ്ക്കും കള്ളപ്പണ തട്ടിപ്പിനുമെതിരെയുള്ള പദയാത്ര വിശദീകരിച്ച് പറയാം. അതെ അതെ, കൊടകര പോവാത്ത യാത്ര. അതെ. പൊതുവേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഏകപക്ഷീയമായിട്ടുള്ള ചില ട്രോളുകളൊക്കെ വരാറുണ്ട്. അതിനൊക്കെ എങ്ങനെ നേരിടും? നല്ലതല്ലേ? എന്നാലും ഇങ്ങനെ പരസ്യമായിട്ടൊക്കെ ചില സമയത്ത് തേച്ചൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ് വരും. അതെ അതെ അതെ, മുട്ടയുടെ തലയിൽ ബുൾസൈ അടിച്ചു. സംഘപരിവാറിന്റെ രാഷ്ട്രീയധാരയാണ് വിചാരധാര. ആ വിചാരധാരയിലെ 44-ാമത്തെ പേജിലെ ഒരു ശ്ലോകമാണ് ഞാൻ ഇട്ടിരിച്ചത്. അതിന്റെ അർത്ഥം താങ്കൾ പറയും. സംഘം എന്നത് സ്വധർമ്മം എന്നും പറയുന്നുണ്ട്. സ്വധർമ്മം ആചരിക്കുന്ന എല്ലാവരും സംഘം എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി ആണെന്ന് വേണമെങ്കിലും പറയാം. വിചാരധാരയിലെ വാചകം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് വരും. അല്ല വേണ്ട, വരും. ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ വാചകം എടുത്ത് വിചാരധാരയെ നിങ്ങളില്ലാതെ ഈ ചർച്ച അപൂർണമാണ്. ആണ്. അപ്പൊ ഈ ചർച്ചയുടെ ഭംഗി ഞാനാണ്. അങ്ങനെയൊക്കെ പറയും, എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും. അപ്പോ പറയാം, പക്ഷെ എന്നാലും വാസ്തവമായ കാര്യങ്ങൾ പറയണല്ലോ. അങ്ങനെയാണോ? ഇതാണ് കുഴപ്പം, ഇതാണ് കുഴപ്പം. അംഗീകരിക്കത്തുമില്ല, വഴക്കുണ്ടാക്കുകയും ചെയ്യും. നിങ്ങൾ സുന്ദരിയാണ്, എത്രയോ മനോഹരിയാണ്, എത്രയോ മിടുക്കിയാണ്, എത്രയോ സ്മാർട്ടാണ്. ഇതൊക്കെ പറയണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ജനിക്കണം എന്ന് മനസ്സിലും പറഞ്ഞു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണല്ലോ ഈ കിണറ്റിലിറങ്ങിയ സംഭവം ഉണ്ടാകുന്നത്. അന്നോട്ട് ഈ കിണർ എൻ്റെ പേരിനോടൊപ്പം ഉണ്ട്, ട്രോളുണ്ട്. എനിക്കതിൽ വളരെ സന്തോഷം. ആയിക്കോട്ടെ, വളരെ സന്തോഷമേ ഉള്ളൂ. മുത്തലാഖ് ചൊല്ലുന്നതിനെ അപ്പോൾ അങ്ങ് ന്യായീകരിക്കുകയാണോ? മുത്തലാഖ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ വിവാഹിതരായാൽ, എക്സാമ്പിൾ മാത്രമാണ്, ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, ശരാശരി 10 മാസം 12 മാസം വൈകിപ്പിച്ചാണ് കേരളത്തിലെ പല ഫണ്ടുകളും കേന്ദ്രത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. ഇത്രയും കാലമായിട്ട് റീസൺ ചോദിച്ചില്ലേ? റീസൺ ചോദിക്കുമ്പോൾ എന്താ മറുപടി? റീസൺ ചോദിക്കുമ്പോൾ എന്താ മറുപടി? സുജയുടെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സുജ മറുപടി പറയുന്ന പോലെയാ. ഇത്രയും ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും സമർപ്പിക്കുമ്പോൾ രാജ്യത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും രാമജ്യോതി തെളിയിക്കണമെന്ന് പറയുന്നത് മതേതരത്വത്തിന് അനുകൂലമാവുന്നത് എങ്ങനെയാണെന്ന് സുജി ഒന്ന് വിശദീകരിച്ചാൽ മതി. ദിസ് ഈസ് ദ സിമ്പിൾ ക്വസ്റ്റ്യൻ.